ഒരു രാജ്യത്തിലെ പൗരന്മാരെന്ന നിലക്ക് ആ രാജ്യത്തിൻ്റെ പൗരന്മാരുടെ ആരോഗ്യം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ പ്രതിനിധികളുടെ ആരോഗ്യം, ഒരു സമുദായത്തിലെ പ്രവർത്തകരുടെ ആരോഗ്യം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യത്യസ്ത മേഖലകളിലെ വ്യത്യസ്ത തലങ്ങളിലെ ഇടപെടലുകൾ അത് ഈ ആരോഗ്യത്തിനും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ നാം നേരത്തെ കേട്ടിട്ടുള്ളതാണ്, നോട്ട് മിയർലി ആൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫേമിറ്റി, അഥവാ ഒരു രോഗമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു വൈകല്യമില്ലാത്ത അവസ്ഥ മാത്രമല്ല, മറിച്ച് ഇറ്റ്സ് എ വെൽബീയിങ് ഓഫ് സോഷ്യൽ, മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്, അഥവാ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഒരു സന്തുലിതമായ അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അതിൽ ശരീരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ വിശ്വാസികളായ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം മാത്രം മതി നമുക്കത് മനസ്സിലാക്കാൻ. നമ്മളേവരും രാവിലെ എണീക്കുമ്പോഴും കിടക്കുമ്പോഴും വളരെ യാന്ത്രികമായി ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ബ്രഷിംഗ്. ശരീരത്തിന്റെ ആരോഗ്യത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒന്നാണ് ശാസ്ത്രത്തിൽ അത് പല്ല് തേക്കുക എന്ന് പറയുന്നത്. ഓരോ നിസ്കാരത്തിന് മുമ്പും നമുക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ അത് നിർബന്ധമാക്കുമായിരുന്നു എന്ന് പഠിപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ശരീരത്തിന്റെ ആരോഗ്യത്തിൽ ആ ബ്രഷ് എങ്ങനെ പിടിക്കണം, അത് പല്ലിന്റെ ഇനാമലിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു പരിശുദ്ധ ഇസ്ലാം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതൊരു ബ്രഷിങ്ങിന്റെ കാര്യത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം നമ്മൾ ചർച്ച ചെയ്താൽ പോലും ശരീരത്തിന്റെ ആരോഗ്യം മാത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ തിരുനബി പാഠങ്ങളെക്കുറിച്ച് നമുക്ക് എവിടെയും എത്തുകയില്ല. അഥവാ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും, ആ ഓരോ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും, ആ പ്രവർത്തനങ്ങൾക്ക് അനുചിതമായ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള വ്യത്യസ്തമായ മണ്ഡലങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുകയില്ല. എൻ്റെ ടോപ്പിക് മെന്റൽ ഹെൽത്ത് ആണ്, അഥവാ മാനസിക ആരോഗ്യം. ഈ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആമുഖ പ്രസംഗത്തിൽ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ആത്മഹത്യാ പ്രവണതകളും ആത്മഹത്യകളും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലെയും എങ്ങനെ നേരിടണമെന്ന് വിശ്വാസികൾ കൃത്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിക്കാലത്ത് അവരുടെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ് ആമിന ബീവി റളിയല്ലാഹു അൻഹ വളരെ ചെറുപ്പത്തിൽ ലോകത്തോട് വിട പറഞ്ഞു. വളർന്നു വന്ന് വലിയപ്പ വിട പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ഓരോ ഘട്ടങ്ങളിലായി എല്ലാ സമയങ്ങളിലും കൂടെ നിന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞു. നിങ്ങൾ നോക്കിയേ, അരുമ ആൺകുട്ടികൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോഴും അവിടുന്ന് കണ്ണുനീർ ഒഴുകിയപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അചഞ്ചലമായ വിശ്വാസത്തോടു കൂടി അവിടെ ഉറച്ചു നിൽക്കുകയുണ്ടായി. നമുക്ക് ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പരീക്ഷ തോൽക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴേക്ക്, അതല്ലെങ്കിൽ ഒരു കുടുംബപരമായ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക്, ഭർത്താവുമായ ഒരു വിഷയം വരുമ്പോഴേക്ക്, ഭാര്യയുമായ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തിനും ഏതിനും ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ, ഈ മനുഷ്യന്റെ ആ പ്രവണതയെ മാറ്റി നിർത്താൻ പോസിറ്റീവ് സൈക്കോളജി പഠിപ്പിക്കുകയാണ് സ്വന്തം ജീവിതത്തിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടെ ആ ഒരു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഇവിടെ ഹിജറ എക്സ്പെഡിഷൻ 2 ദിവസം മുന്നേ കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ നെയ്മ് ഉസ്താദ് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഒരു യാത്രയിൽ ഗാറ് തൗറിലേക്ക് പോയ രംഗം ആലോചിച്ച് നോക്കിയട്ടെ. അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെന്ന് ഗാറ് തൗറിൽ ഇരിക്കുന്ന സമയത്ത് ശത്രുക്കൾ തൊട്ടുമുകൾ. അവിടുന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മെ കാണൂലേ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ കൊടുത്തൊരു മറുപടിയുണ്ട്. ഒരു വിശ്വാസിയുടെ ഏത് ഘട്ടങ്ങളിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള വലിയൊരു സന്ദേശം അതിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. നമ്മൾ രണ്ടുപേര് മാത്രമല്ല, വിഷമിക്കേണ്ട, നമ്മുടെ കൂടെ മൂന്നാമതൊരാളുണ്ട്, അത് അള്ളാഹുവാണ്.
എന്ന് പറയുന്ന ഒരു സൈക്കോളജി. എല്ലാ ഘട്ടങ്ങളിലും എല്ലാം നശിച്ചു കഴിഞ്ഞു, ജീവിതത്തിൽ ഇനി എൻ്റെ ബിസിനസ് തകർന്നു, എൻ്റെ കുടുംബം തകർന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പാപങ്ങളെ കൊണ്ട് ഇനി ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറയുന്ന നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിക് ഒരു ഏരിയ ഉണ്ട്. ആ സമയത്ത് പോലും നമുക്ക് പ്രതീക്ഷയുണ്ട്, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ഖന്തക്കിന്റെ രണാങ്കണത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് അനുഭവിച്ച് കല്ല് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും റോമാ സാമ്രാജ്യം നമ്മുടെ കീഴിൽ വരുമെന്ന് പറഞ്ഞ് സ്വഹാബി വര്യന്മാരും ആവേശം കൊള്ളിച്ച ഒരു പോസിറ്റീവ് സൈക്കോളജി. അത് മാത്രമല്ല, ഈ ഹിജ്റ യാത്രയിൽ സുറാഖയെ കണ്ടപ്പോൾ സുറാഖറിന്റെ കയ്യിൽ കിസ്ര കൊട്ടാരത്തിന്റെ വളകൾ എന്ന് വരുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു പോസിറ്റീവ് സൈക്കോളജി. അഥവാ ഏത് ഘട്ടങ്ങളിലും നമുക്ക് പ്രതീക്ഷയുണ്ട്, നമുക്കൊരു നാളെയുണ്ട്, ആ ഒരു ആഖിറത്തിൽ ജീവിതമുണ്ട് എന്ന ഒരു അചഞ്ചലമായ വിശ്വാസത്തോടു കൂടി വിശ്വാസികളെ നമ്മളെ പഠിപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ നമ്മൾക്ക് ഒരിക്കലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ അത് ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ്. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും, ഒരു പ്രോബ്ലം വന്നാലും ആ പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ദീർഘമായ ചരിത്രങ്ങൾ അതിലൊക്കെയുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുകയില്ല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഒരു വിശ്വാസി വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം സാഗൂതം കേൾക്കും. അവരുടെ കണ്ണുകളിലേക്ക് നോക്കി എംപത്തറ്റിക്കലായിട്ട്, നമ്മൾ രണ്ട് വാക്കുകൾ പറയാറുണ്ട്, സിമ്പതി, എമ്പതി എന്നൊക്കെ. സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു മരണ വീട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, സാധാരണ ഈ പൊളിറ്റിക്കൽ പാർട്ടികളിലെ ആളുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പൊതുവെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മരിച്ചു, പാവം, ഇത് വലിയൊരു പ്രവർത്തകനായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെ പലതും പറഞ്ഞ് ആ വീട്ടുകാരൻ ഇദ്ദേഹം ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് തോന്നുന്ന വിധത്തിൽ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കും. അതേസമയം എമ്പതി എന്ന് പറഞ്ഞാൽ ആ മരണ വീട്ടിൽ ചെന്ന് ഈ മരിച്ചത് എൻ്റെ ആരോ ആണ്, എൻ്റെ കൂടപ്പിറപ്പാണ് എന്ന രീതിയിൽ ആ മനുഷ്യന്റെ പ്രശ്നം എൻ്റെ പ്രശ്നമായി കണ്ട് ആ മരണപ്പെട്ട വീട്ടിലെ കസാര ഒരുക്കലും അവിടുത്തെ മരണാനന്തര ചടങ്ങുകളിൽ കൂടലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ആ വരുന്ന പ്രശ്നത്തെ തൻ്റെ കൂടി പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാഗൂതം കേൾക്കുക എന്നുള്ളതാണ്. ഈ സാഗൂതം കേട്ടുകൊണ്ട് അതിന്റെ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുഷാവറയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ നമുക്കത് പഠിക്കാൻ സാധിക്കും. ഉഹദിന്റെ രണാങ്കണത്തിൽ, ബദറിന്റെ രണാങ്കണത്തിൽ, അതിലേക്കൊന്നും ഞാൻ കടക്കുകയില്ല. അങ്ങനെ ഓരോ ഘട്ടങ്ങൾ വരുന്ന സമയത്തും ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഏറ്റവും ചെറിയ അഭിപ്രായങ്ങളെ പോലും അത് കേൾക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിപ്രായം പോലും മാറ്റി നിർത്തി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് യുദ്ധത്തിലേക്ക് കടന്ന ചരിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത്, ഒരു ഇഷ്യൂ വരുന്ന സമയത്ത്, ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് വരുന്ന സമയത്ത് മാനസികമായി പിന്നോട്ട് പോകാതെ അത് മുന്നോട്ട് പോകാനുള്ള പ്രോബ്ലം സോൾവിങ്ങിനുള്ള സ്കില്ല് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മുഷാവറ ചെയ്ത് ഈ പ്രോബ്ലത്തെ എങ്ങനെ പരിഹരിക്കണമെന്ന് കൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അത് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഒരു പല ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ ഇഷ്യൂ, യുദ്ധത്തിന്റെ വക്കിലെത്തിയ ഒരു ഇഷ്യൂ ആയിരുന്നു കഅബയുടെ അജറുൽ അസ്വദ് വെക്കുന്ന വിഷയം. ആ അജറുൽ അസ്വദ് എങ്ങനെ വെക്കണമെന്ന് വ്യത്യസ്ത ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ആ പ്രോബ്ലത്തെ എത്ര ക്രിയേറ്റീവായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സോൾവ് ചെയ്തത്. ആ ഒരു തട്ടം കൊണ്ടുവരാൻ പറയുകയും ആ തട്ടത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗോത്രക്കാരോട് പിടിക്കാൻ പറയുകയും അവസാനം അൽ അമീൻ എന്ന് പേരുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് എടുത്തു വെക്കുകയും ചെയ്തു. ഒരു വലിയ യുദ്ധത്തെ തന്നെ അവിടെ ഒഴിവാക്കുകയുണ്ടായി. അതൊരു ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ ഭാഗമാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏത് ഘട്ടങ്ങളിലും ചരിത്രത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠങ്ങളിൽ നിന്ന് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ വലിയൊരു പ്രാർത്ഥന കൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്ത പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ ഏകാന്തമായി പൊന്നിരുന്ന് ധ്യാനിച്ചിരുന്ന് മെഡിറ്റേഷൻ. ആധുനിക സൈക്കോളജിയിലെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും ഒക്കെ വളരെ നേരത്തെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറെ എങ്ങോട്ടും പോകേണ്ടതില്ല. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട്, പടച്ച തമ്പുരാന്, ഉടയ തമ്പുരാന്, എന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ മുന്നിൽ എനിക്കെന്തും തുറന്നു പറയാനും എനിക്കെന്ത് പറയാനുമുള്ള അവസരങ്ങളും അത് ഹിറാ ഗുഹയിലാവട്ടെ ഏകാന്തമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറാഖബയിൽ ഇരുന്ന സമയങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സമയത്തൊക്കെ ഏതൊരു ഇഷ്യൂവിനെയും അതിന്റെ അടിസ്ഥാനമായി അതിനെ പരിഹരിക്കാനുള്ള മാർഗം അത് അള്ളാഹുവിലേക്ക് ഞാൻ അടുക്കുക എന്നുള്ളതാണ്.
ആ ഒരു അർത്ഥത്തിൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുകയും ഇത്തരത്തിലുള്ള മാനസികമായ പ്രതികൂലമായ സാഹചര്യങ്ങളെ മറികടക്കാനുള്ള വഴികളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു തആല അത് സ്വീകരിക്കുവാനും പഠിക്കുവാനും മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പറഞ്ഞു വരുന്നത്, മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത്, അതിന്റെ അടിസ്ഥാന അവയവം എന്ന് പറയുന്നത് തലച്ചോറാണ്. അഥവാ തലച്ചോറിന്റെ ബ്രെയിനിന്റെ ആരോഗ്യമാണ് മാനസിക ആരോഗ്യം. ബ്രെയിനിന്റെ ആരോഗ്യത്തിൽ പ്രധാനമായും 2 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന് ഉറക്കമാണ്. ഉറക്കത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. നമുക്കറിയാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എപ്പോൾ കിടക്കാനാണ്, എപ്പോൾ എണീക്കാനാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യന്റെ ജീവിതം തുടങ്ങേണ്ടത്, ഒരു ദിവസം തുടങ്ങേണ്ടത് സുബഹിക്ക് മുമ്പുള്ള സമയമാണ്. ആ സമയത്തിന്റെ പ്രത്യേകത ഗസാലിമാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് എണീക്കുന്ന 2 ജീവികളായ ആടിനും കോഴിക്കും അല്ലാഹു തആല ഒരുപാട് ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതുവരെ നടന്ന് ആ സമയത്ത് ഉറങ്ങുന്ന നായ പോലത്തെ ജീവികൾക്ക് ബർക്കത്ത് എത്രത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ സമയത്ത് എണീക്കുന്നത് ഒന്നും വേണ്ട. ആ സമയത്ത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ തെരഞ്ഞെടുത്ത സമയം എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമയത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കണ്ണു കാണാത്ത സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് സുബഹിക്ക് മുമ്പ് എണീറ്റ് പള്ളിയിലേക്ക് വരുമ്പോൾ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും ചോദിച്ചു, അത്രേ, നിങ്ങൾ എങ്ങനെയാണ് ഈ സമയത്തെക്കുറിച്ച് അറിയുന്നത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വർഗത്തിൽ നിന്നുള്ളൊരു പൂങ്കാറ്റ് ഈ ഭൂമിയിലേക്ക് സുബഹിന്റെ മുമ്പ് വരുന്നു എന്ന് അവിടുന്ന് മറുപടി കൊടുത്തു അത്രേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് രാവിലെയും ആ കാറ്റുണ്ടായിട്ടുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ് നാളെയും അതുണ്ടാകും. അല്ലാഹു തആല അത് ആസ്വദിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. പറഞ്ഞു വന്നത്, ആ സമയത്തിന് വളരെയധികം പ്രാധാന്യം ഇസ്ലാമിക ലോകം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്ന വിഷാദ രോഗം, അതുപോലെ തന്നെ ഉത്കണ്ഠാരോഗം തുടങ്ങിയ രോഗങ്ങളെ കുറിച്ച് ഉള്ള പഠനം 2001 ഇറാൻ യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു പഠനത്തിൽ ഈ രോഗികളായ ആളുകളെ തെരഞ്ഞെടുത്ത് പകുതി ആളുകൾക്ക് ഇത്തരത്തിലുള്ള തലച്ചോറിലെ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണുകളെ കൂട്ടാനുള്ള മരുന്നുകൾ കൊടുക്കുകയും പകുതി ആളുകൾക്ക് അതിരാവിലെ എണീറ്റ് സുബഹിക്ക് മുമ്പ് എണീറ്റ് കൊണ്ട് ഏകദേശം 9 മണി 10 മണി വരെയുള്ള ശാരീരികവും മാനസികമായ വർക്കുകളും ആക്ടിവിറ്റീസുകൾ കൊടുത്ത് 3 മാസം കഴിഞ്ഞ് തിരിച്ചു വിളിച്ച് മരുന്ന് കുടിച്ചതിനേക്കാളും കൂടുതലും എഫക്റ്റീവായിട്ടുള്ളത് ഈ രാവിലത്തെ ഷെഡ്യൂൾ ചെയ്ത് ജീവിത ക്രമം നടത്തിയ ആളുകൾക്കാണെന്ന് കണ്ടെത്തുകയും ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റായ പബ്മെഡിൽ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ രാവിലെ എണീക്കുന്ന മനുഷ്യന് വ്യത്യസ്തമായ മാനസിക രോഗങ്ങൾ, ഏകദേശം 560ഓളം മാനസിക രോഗങ്ങളിലെ 300ഓളം വരുന്ന ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന മാനസിക രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉറക്കവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഉറക്കത്തെ ക്രമീകരിക്കുക, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വളരെ കൃത്യമായി ഉറക്കത്തെ ക്രമീകരിക്കാൻ നമ്മൾ എപ്പോൾ ഭക്ഷണം കഴിക്കണം, ഏത് രീതിയിൽ ഭക്ഷണം കഴിക്കണം, സ്ലീപ്പ് ഹൈജീനെ കുറിച്ച് എങ്ങനെ ഉറങ്ങണം, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കണം, പ്രാർത്ഥനകൾ എന്തായിരിക്കണം, മനസ്സറിഞ്ഞ് മൈൻഡ്ഫുൾ ആയിട്ട് എങ്ങനെ ഉറങ്ങണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാനസിക ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം എപ്പോൾ എണീക്കണം, എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് സമയം വരെയാണ് നമ്മൾ ഉറങ്ങേണ്ടത്, എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓരോ ഷെഡ്യൂള് എങ്ങനെയാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാനസിക രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ലഹരികളുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, പ്രത്യേകിച്ചും വിശേഷ ഈ കേരള സാഹചര്യത്തിൽ നമുക്ക് പറയേണ്ടതില്ല, ലഹരികളാണ് ഒരു മനുഷ്യന്റെ എല്ലാ മാനസികമായ എല്ലാ അവസ്ഥകളിലേക്കും എത്തിക്കുന്നത്. എനിക്ക് മാസത്തിലൊരിക്കൽ തവനൂർ സെൻട്രൽ ജയിലിൽ ഡ്യൂട്ടിയുണ്ട്, ആഴ്ചയിലൊരിക്കൽ തിരൂർ സബ് ജയിലിൽ ഡ്യൂട്ടിയുണ്ട്. ലഹരിക്കടിമപ്പെട്ട് സ്വന്തം ഉമ്മാനെ ഗ്യാസ് കുറ്റി കൊണ്ട് അടിച്ചു കൊന്ന ഒരുത്തൻ, അദ്ദേഹം മനസ്സ് വെമ്പും. അദ്ദേഹം പറയും, എന്താ ചെയ്യാ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, ഡോക്ടർ എനിക്ക് മരിക്കാനുള്ളൊരു ഗുളിക തരുമെന്ന് ചോദിക്കാറുണ്ട്. ആ ലഹരിപ്പുറത്ത് ഞാൻ ചെയ്തു പോയതാണ്. കോഴിക്കോട് ഒരു ഹോട്ടലുടമയെ കഴുത്തറുത്ത് കൊന്ന 21 വയസ്സുകാരൻ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, എന്നോട് ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അങ്ങനെ കഴുത്തൊരു മെഷീൻ വെച്ചിട്ട് കഴുത്തറക്കാൻ എങ്ങനെ പറ്റിപ്പോയി? അദ്ദേഹം പറയുന്ന ഒന്നുണ്ട്, സാറേ അത് ബോധത്തിൽ ചെയ്തതല്ലോ, കള്ളു കുടിച്ചിട്ടല്ലേ, ഇപ്പം അത് ആലോചിക്കാൻ വയ്യ. സ്വന്തം അനിയനെ കൊന്ന ജ്യേഷ്ഠൻ
തവനൂർ സെൻട്രൽ ജയിലുള്ള അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ജയിലിൽ നിന്ന് പുറത്തു പോകേണ്ട, കാരണം ഞാൻ ആ ലഹരിപ്പുറത്ത് ചെയ്തു പോയതാണ്. സ്വന്തം ഭാര്യയെ കോട്ടക്കലിൽ നിന്ന് കോഴിക്കോടുക്കൽ യാത്രയിലേക്ക് സ്വന്തം ഭാര്യയെ കൈകൊണ്ട് നെഞ്ചത്ത് കുത്തിക്കൊന്ന ഭർത്താവ് പറയുന്നത്, എൻ്റെ 2 മക്കൾ പുറത്തുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്നോ ഈ ലോകത്തോട് വിട പറയുമായിരുന്നു. ഇതിനൊക്കെ അടിസ്ഥാനം ലഹരികളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പാഠത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച ഒരു മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനം എല്ലാത്തരം ലഹരികളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ്. ലഹരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വസ്തു വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുക, ആ വസ്തു നേരത്തെ ഉപയോഗിച്ചാൽ കൂടുതൽ അളവിലോ സമയത്തിലോ ഉപയോഗിക്കുക, ആ വസ്തു ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഘടനയിലോ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ മാറ്റങ്ങൾ ഉണ്ടാകുക. ഇങ്ങനെ 3 ഘടകങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ വേറൊരർത്ഥത്തിൽ ഒരു ലഹരികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഡിവൈസ്, മൊബൈൽ, സോഷ്യൽ മീഡിയ, അതൊരു തരം ലഹരിയായി നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല. ഫോണിനും ലഹരിക്കും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഗെയിമിനും അഡിക്റ്റ് ആയിട്ടുള്ള മാനസിക രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കേരള സർക്കാർ തന്നെ ഓരോ ജില്ലകളിലും ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പറഞ്ഞു വരുന്നത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരത്തിലുള്ള ലഹരികളോട് ഒരു വിശ്വാസി പുലർത്തേണ്ട ആ ഒരു രീതി എങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ലഹരികളോട് ഒരു രോഗം വരാതിരിക്കാൻ, ഒരു മാനസിക രോഗം വരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം പറഞ്ഞ നമ്മുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടും രണ്ടാമത് പറഞ്ഞ ലഹരികളുമായി ബന്ധപ്പെട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പ്രവാചക ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലൂടെ പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളായി നമ്മൾ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ഇത്തരത്തിലുള്ള സീറത്ത് നബി കോൺഫറൻസ് പോലത്തെ പരിപാടികളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പദ്ധതികളിലൂടെയും ഈ ഒരു മനസ്സിന്റെ ആരോഗ്യത്തെ പിടിച്ചു നിർത്താനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിച്ച പാഠങ്ങളെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന്റെ കൂടെ തന്നെ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് സാമൂഹിക ആരോഗ്യം എന്ന് പറയുന്നത്. ഈ മാനസിക ആരോഗ്യത്തെ നിലനിർത്തണമെങ്കിൽ, മനസ്സിന്റെ ആരോഗ്യത്തെ തിരുനബി പാഠങ്ങളെ കൂടെ ഉൾക്കൊള്ളണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാമൂഹിക ആരോഗ്യം കൂടി. എന്താണ് ഈ സാമൂഹിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ മീനിങ് റിലേഷൻഷിപ്പ്, അഥവാ അർത്ഥവത്തായ ബന്ധങ്ങൾ, മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾ, സഹോദരങ്ങളോടുള്ള ബന്ധങ്ങൾ, നമ്മുടെ അയൽവാസികളോടുള്ള ബന്ധങ്ങൾ, ഇതിലൊക്കെ കുറിച്ച് ഓരോന്നിനെ കുറിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കണം. ഞാൻ അതിലേക്ക് കടക്കുകയില്ല. ഓരോ ബന്ധങ്ങളെയും ആ ബന്ധങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് എങ്ങനെ പെരുമാറിയെന്നു, മക്കളോട് എങ്ങനെ പെരുമാറിയെന്നു, മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, സഹോദരങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത മേഖലകളെ കുറിച്ച് വ്യത്യസ്തമായ പാഠങ്ങൾ നമുക്കുണ്ട്. അതിൽ ഓരോ മനുഷ്യനോടും പെരുമാറുമ്പോഴും ആ മനുഷ്യന്റെ മാനസികാവസ്ഥ പരിഗണിച്ച് ഒരുപക്ഷെ ആ മനുഷ്യന് വ്യത്യസ്ത അവസ്ഥകൾ വന്നതായിരിക്കാം. ചരിത്രത്തിൽ നിങ്ങൾ നോക്കിയേ, ഒരു അറബിയല്ലാത്തൊരു മനുഷ്യൻ നമ്മുടെ നിങ്ങൾ ആലോചിച്ച് നമ്മുടെ പള്ളിയിൽ, നമ്മുടെ നാട്ടിലെ മഹലിലെ പള്ളിയിൽ ഒരാൾ വന്ന് മൂത്രമൊഴിച്ചാൽ നമ്മുടെ നിലപാടെന്തായിരിക്കും? മദീന പള്ളിയിൽ വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ഒരു അറബിയല്ലാത്ത ആള് വന്ന് മൂത്രമൊഴിച്ചൊരു സംഭവം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. കൂടെ സഹാബത്ത് രോഷാകുലായി നിൽക്കുന്ന സമയത്ത് വളരെ സൗമ്യമായി അത് വൃത്തിയാക്കി അയാളോട് സംസാരിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓരോ സാമൂഹികമായ ഓരോരുത്തരുടെയും അവസ്ഥകളെ മനസ്സിലാക്കി പ്രബോധിതന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി പ്രബോധനം ചെയ്യുന്ന ഒരു തിരുപാഠങ്ങളെ ജീവിതത്തിലേക്ക് പകർത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.